ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാ സാറ്റർഡേ സൺഡേസിലെയും പതിവ് പോലെ തന്നെ രണ്ടുപേരും രാവിലെ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ സാറ്റർഡേ സൺഡേസിലാണല്ലോ ഇറങ്ങാറ്. അപ്പോൾ ഇന്ന് നൈനു പറഞ്ഞു, അമ്മ സാറ്റർഡേ അല്ലേ, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോവാം. പ്രത്യേകിച്ച് പോകാമെന്ന് പറയുന്ന സ്ഥലം പാപ്പനം കൂടെ കേട്ടോ. കുറേ നാളായി പോയിട്ട്. കാരണം അവിടെ സാറ്റർഡേസും സൺഡേസിലും ചേച്ചിമാരും മക്കളും ഒക്കെ കൂടും. അപ്പോൾ അവിടെ പോയി കളിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്നേ. അപ്പോൾ കുറേ നാളായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഇന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ വണ്ടി പണി തന്നേക്കുന്നത് കൊണ്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറാട്ടോ. സാമ്പാർ ഇതുപോലെ അമ്മ വെജിറ്റബിൾസ് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. മസാലാസ് എല്ലാം പുരട്ടി വെച്ചിട്ട് ജീരകപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം പുരട്ടി വെക്കും. അങ്ങനെ പുരട്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ സാമ്പാർ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും ഇന്ന് തന്നെ വണ്ടി നമുക്ക് റെഡിയാക്കാം, അപ്പോൾ നമുക്ക് പുറത്ത് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ ആളെ വിളിച്ചു. അത് റെഡിയായി വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 1 മണിയൊക്കെ ആയി കേട്ടോ. എങ്കിലും ഞങ്ങൾ വീട്ടിൽ അപ്പോൾ തന്നെ റെഡിയായി അങ്ങോട്ട് പോയേക്കാമെന്ന് കരുതി റെഡിയായി ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് നട്ടുച്ച സമയമായിരുന്നു. 1-1:30 മണിയായി. ലഞ്ച് കഴിക്കാനുള്ള സമയത്താണ് ചെന്ന് എത്തിയത്. അതേ കണ്ടില്ലേ, നറുമണീസ് എല്ലാം നിൽക്കുന്നത്. നിഹമോളെ വെയിറ്റ് ചെയ്തുള്ള നിൽപ്പാണേ. നിഹമോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ പിറകേന്ന് ഇവരും മാറത്തില്ല, അവരുടെ പിറകേന്ന് നിഹമോളും മാറത്തില്ല കേട്ടോ. അങ്ങ് ഭയങ്കര കാര്യമാണ്. കാരണം കുടുംബത്തിലെ കുഞ്ഞു നറുമണിയാണ് നിഹക്കുട്ടി. അപ്പോൾ നിഹക്കുട്ടി ചെല്ലുമ്പോൾ ഭയങ്കര കാര്യമാണ്. ഇതേ ഈ 2 നറുമണീസും പ്രാക്ടീസ് ചെയ്യുന്നത് അവരെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻലെസ് ഡാൻസസ് എന്ന അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ ഡാൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് അവരവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതേ വന്ന പാടെ ഉച്ച സമയമായിരുന്നു, ഭക്ഷണം കഴിക്കേണ്ട സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ കിച്ചണിലോട്ട് പോയി കേട്ടോ. അതാണ് ചേച്ചിമാർ, ബൗലിയേച്ചി, കൊച്ചേച്ചി, ദിവ്യേച്ചി 3 പേരാട്ടോ വല്യമ്മയ്ക്ക്. അങ്ങനെ അതേ ഫുഡ് സ്പെഷ്യലായിട്ട് നൂഡിൽസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചേച്ചി. പിന്നെന്താ ചോറ്, മീൻകറി, മീൻ പറ്റിച്ചത്, പിന്നെന്താ കോവയ്ക്ക വെഴുക്കുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ ഇതേ ചെന്ന ഫുഡൊക്കെ കഴിച്ച് വല്യമ്മയുടെ ടേസ്റ്റ് കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി, ഒരുപാട് നാളായെന്ന് തന്നെ പറയാം. അങ്ങനെ ദേ അതൊക്കെ കൂട്ടി തട്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫിലിം മസ്റ്റാട്ടോ. എപ്പോൾ പോയാലും ഞാനൊരു ഫിലിം കണ്ടിട്ടേ വരും. കാരണം അവിടെ ഹോട്ട്സ്റ്റാറിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇട്ട് സിനിമ കാണാം. അങ്ങനെ ഞാനിന്ന് കണ്ടത് ഐഡൻറ്റിറ്റി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരുന്നു. അപ്പോൾ ഈ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ദേ വൈകിട്ടായപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇച്ചിരി താമസിച്ചു കേട്ടോ. 6-7 മണിയൊക്കെ ആയിരുന്നു തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ. അപ്പോഴേ നിഹമോള് ഫ്ലാറ്റാണ് കേട്ടോ. കാരണം അതിനും വേണ്ടി അവിടെ തിമിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നത്തെ വിശേഷം ഇതൊക്കെയേ ഉള്ളൂ. ടാറ്റ, ബൈ, സീ യു.